Hi dear friends, I am your teacher Amma and welcome back to my easy English class. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സെൻറ്റൻസുകളെ കുറിച്ചാണ്. എന്താണ് സെൻറ്റൻസ്? എത്ര തരം സെൻറ്റൻസുകളുണ്ട്? എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അവ എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്നത്? അതിന് എന്തെല്ലാം ചിഹ്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നീ കാര്യങ്ങളാണ്. കൂടാതെ കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുകയും ചെയ്യുന്നു. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? എന്താണ് ഒരു സെൻറ്റൻസ്? വാട്ട് ഈസ് എ സെൻറ്റൻസ്? സെൻറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? യെസ്, എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗിവ്സ് us എ കംപ്ലീറ്റ് തോട്ട്. എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഒരു കൂട്ടം വാക്കുകൾ ചേർന്നാലാണ് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വാചകം ഉണ്ടാവുന്നത്. അതിന് പൂർണ്ണമായ ഒരു അർത്ഥമുണ്ടാവണം. ഇറ്റ് ഗിവ്സ് us എ കംപ്ലീറ്റ് തോട്ട്. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. പൂർണ്ണമായ അർത്ഥം തരുന്ന ഒരു വാചകം ആണ് ഒരു സെൻറ്റൻസ്. സെൻറ്റൻസിന് കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഗ്രാമറിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങുകയാണ്. നമുക്കിപ്പോൾ വാക്കുകളെ കിട്ടിയിട്ടുള്ളൂ. ഇനി ആ വാക്കുകൾ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് വാചകങ്ങൾ ഉണ്ടാക്കണം, സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. സെൻറ്റൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. 4 തരം സെൻറ്റൻസുകളാണ് ഉള്ളത്. അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. രണ്ടാമത്തെ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ, ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ. ഇതെല്ലാം നമുക്കിപ്പോൾ എഴുതി പഠിക്കാം. മൂന്നാമത്തെ തരം സെൻറ്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ. ഒരാളോട് നമ്മൾ ആജ്ഞാപിക്കുകയാണ് അല്ലെങ്കിൽ അപേക്ഷിക്കുകയാണ്, അതിനുപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ. അവസാനത്തെ 4ാമത്തെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ. അത് നമ്മൾ ആശ്ചര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി, അത്ഭുതം പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ സെൻറ്റൻസുകൾ 4 തരമുണ്ട്. അസർട്ടീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, imperative sentence and exclamatory sentence. 4 സെൻറ്റൻസുകൾ കൂട്ടുകാർ പഠിച്ചല്ലോ. ഇനി ഈ 4 സെൻറ്റൻസുകൾ എഴുതുന്ന രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിനുശേഷം അത് പഠിക്കുകയും വേണം. ഓരോ ക്ലാസ്സിലും എടുക്കുന്നത് ആ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകണം. എഴുതുന്നത് എഴുതി വെക്കണം, പിന്നീടത് വായിക്കണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരുന്നത് കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണ്. അത് നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്നോ വീട്ടുകാരോടോ പറഞ്ഞ് പഠിക്കണേ. അപ്പോൾ നേരെ എഴുതുന്ന രീതിയിലേക്ക് പോകാം. ആ എഴുത്ത് നോക്കി പഠിച്ച് അതുപോലെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. വാട്ട് ഈസ് എ സെൻറ്റൻസ്? എന്താണ് ഒരു സെൻറ്റൻസ്? എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗിവ്സ് us എ കംപ്ലീറ്റ് തോട്ട്. പൂർണ്ണമായ അർത്ഥം തരുന്ന ഒരു കൂട്ടം വാക്കുകൾ ചേർന്നതാണ് ഒരു സെൻറ്റൻസ്. ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കണേ. കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ്. എത്ര തരം സെൻറ്റൻസുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? 4 തരം. ഇതാ ഒന്നാമത്തെ അസർട്ടീവ് സെൻറ്റൻസ്. അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു കാര്യം പറയുകയാണ്. ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആണത്. അതിൻ്റെ അവസാനം ഒരു കുത്തുണ്ടാവും, ഒരു പീരിയഡ് ആണത്. ഫോർ എക്സാമ്പിൾ, കവിത ഈസ് എ ടീച്ചർ, മൈ നെയിം ഈസ് അപ്പു, ഹെർ നെയിം ഈസ് അമ്മു, വി ഹാവ് വൺ ദ മാച്ച്. കവിത ഒരു ടീച്ചറാണ്. ഒരു കാര്യം അവിടെ പറയുകയാണ്. മൈ നെയിം ഈസ് അപ്പു, എൻ്റെ പേര് അപ്പുവാണ്. ഹെർ നെയിം ഈസ് അമ്മു, അവളുടെ പേര് അമ്മുവാണ്. വി ഹാവ് വൺ ദ മാച്ച്, നമ്മളിതാ കളി ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ഒരു കാര്യം പറയുകയാണ്. അതിനാണ് അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. എങ്ങനെയത് ഇംഗ്ലീഷിൽ പറയാം? യെസ്, an assertive sentence is a sentence that makes a statement or expresses a fact. ഒരു കാര്യം പറയുന്നതിനെയാണ് അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. എങ്കിൽ രണ്ടാമത്തെയോ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ചോദ്യം ചോദിക്കുന്ന വാചകങ്ങളെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അവസാനം ഒരു ചോദ്യചിഹ്നം അഥവാ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. വാട്ട് ഈസ് an interrogative sentence? Yes, an interrogative sentence is a type of sentence that asks a question. ഒരു ചോദ്യം ചോദിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, വേർ ഡു യു ലിവ്? എവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? അവിടെ ഒരു ചോദ്യചിഹ്നം ഉണ്ട്, കണ്ടോ അവസാനം. ഡിഡ് ഹി ഗോ ഹോം? അവൻ വീട്ടിൽ പോയോ?
ഹാവ് യു ഡൺ ദ വർക്ക്? നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോ? വാട്ട് ഈസ് യുവർ നെയിം? എന്താ നിങ്ങളുടെ പേര്? ഡു ദേ നോ ഇംഗ്ലീഷ്? അവർക്ക് ഇംഗ്ലീഷ് അറിയുമോ? ഇവിടെയെല്ലാം ചോദ്യങ്ങളാണ് ഉള്ളത്. ഇതൊക്കെ ഓരോ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അല്ലേ? അത് ഒരു അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഒന്നുമല്ല ചോദിക്കുന്നത്, അർത്ഥം വേണം. സെന്റൻസ് എന്ന് വെച്ചാൽ അതിനൊരു മീനിങ് വേണം. അപ്പോൾ നിങ്ങളിപ്പോൾ 2 സെന്റൻസ് പഠിച്ചു കഴിഞ്ഞു, അസേർട്ടീവ് സെന്റൻസ് ആൻഡ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. അതിന്റെ ഉദാഹരണങ്ങളും എഴുതി കഴിഞ്ഞു. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ നോട്ടിൽ എഴുതുമല്ലോ. ഇനി നമുക്ക് അടുത്ത 2 സെന്റൻസ് എന്താണെന്ന് നോക്കാം. അടുത്തതായി ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് പഠിക്കുന്നത്. ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു അപേക്ഷ അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന ഒരു റിക്വസ്റ്റ് ആണ് ഇത്. നോക്കൂ, എക്സാമ്പിൾ, കോൾ ദ പോലീസ്, പോലീസിനെ വിളിക്കൂ. ഗെറ്റ് ഔട്ട്, പുറത്തു പോകൂ. ടേക്ക് എ മാപ്പ്, ഒരു മാപ്പ് എടുത്തുകൊണ്ട് വരൂ. പ്ലീസ് ഗിവ് മീ യുവർ പെൻ, നിങ്ങളുടെ പേന എനിക്കൊന്ന് തരുമോ? പ്ലീസ് ഗിവ് മീ യുവർ നോട്ട്, നിങ്ങളുടെ നോട്ട് ഒന്ന് തരൂ. ഇങ്ങനെ അപേക്ഷിക്കുന്നതോ ആജ്ഞാപിക്കുന്നതോ ആയ സെന്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെന്റൻസുകൾ. ആദ്യത്തെ സെന്റൻസ് എക്സ്ക്ലമേറ്ററി ആണ്. അതിനൊരു ആശ്ചര്യ ചിഹ്നം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഹൗ ബ്യൂട്ടിഫുൾ യു ആർ, വാട്ട് എ ഫൂൾ ഹി ഈസ്, ഹൗ കോൾഡ് ഇറ്റ് ഈസ്, വാട്ട് എ ഗുഡ് ഈവനിങ്. ഓ, എന്തൊരു ചന്തമാണ് നിങ്ങളെ കാണാൻ, എന്തൊരു വിഡ്ഢിയാണ് നിങ്ങൾ. ഹൗ കോൾഡ് ഇറ്റ് ഈസ്, എന്തൊരു തണുപ്പാണ്. വാട്ട് എ ഗുഡ് ഈവനിങ്, എന്തൊരു നല്ല വൈകുന്നേരമാണ്. ഇത്തരം സെന്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് അറിയപ്പെടുന്നത്. An imperative sentence is a type of sentence that expresses a direct command, request, instruction or warning and end with a point. An exclamatory sentence is a type of sentence that expresses strong emotions or feelings and with an exclamatory mark. Hi, hello friends. Today's talking is about introducing yourself. ഇന്നത്തെ വർത്തമാനം എന്തിനെക്കുറിച്ചാണ്? നിങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്നതാണ്. ടുഡേസ് ടോക്കിംഗ് ഈസ് അബൌട്ട് ഇൻട്രൊഡ്യൂസിങ്, പരിചയപ്പെടുത്തുക. യുവർ സെൽഫ്, നിങ്ങളെക്കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഞാൻ എന്നെക്കുറിച്ച് പരിചയപ്പെടുത്താം. അതുപോലെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തണം. അത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറയുകയും വേണം. ഐ ആം കവിത ടീച്ചർ, ഞാൻ കവിത ടീച്ചറാണ്. ഐ ആം കമ്മിങ് ഫ്രം പാലക്കാട്, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഐ ലവ് ചിൽഡ്രൻ, ഞാൻ കുട്ടികളെ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഞാൻ 3 സെൻറ്റൻസ് ആണ് പറഞ്ഞത് അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു. ഐ ആം കവിത ടീച്ചർ, ഞാൻ കവിത ടീച്ചറാണ്. ഐ എം കമ്മിങ് ഫ്രം പാലക്കാട്, ഞാൻ പാലക്കാട് നിന്നും വരുന്നു. ഐ ലവ് ചിൽഡ്രൻ, ഞാൻ ചെറിയ കുട്ടികളെ ഇഷ്ടപ്പെടുന്നു. ഇതേപോലെ നിങ്ങളും പറഞ്ഞു നോക്കൂ. ഇനിയും നമുക്ക് ഇതുപോലത്തെ സെന്റൻസുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, കൂടെ ചേർത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ ഗുഡ് ഫാമിലി, എനിക്ക് നല്ലൊരു കുടുംബമുണ്ട്. മൈ ഹോബീസ് ആർ, എൻ്റെ ഹോബികൾ എന്തൊക്കെയാണ്? സിംഗിങ്, ഡാൻസിങ്, ഡ്രൈവിംഗ്, സ്റ്റിച്ചിങ്, കുക്കിംഗ് ആൻഡ് ടീച്ചിങ്. എൻ്റെ ഹോബീസ് ഇതൊക്കെയാണ്. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഹോബീസ്? അതെല്ലാം ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കൂ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം പഠിച്ചു? സെന്റൻസ് എന്താണെന്ന് പഠിച്ചു. 4 തരം സെന്റൻസുകൾ പഠിച്ചു. അസർട്ടീവ് സെന്റൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഇമ്പറേറ്റീവ് സെന്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. പിന്നെയോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ച് പറയാൻ പഠിച്ചു അല്ലേ? പറയാൻ പഠിച്ചു. അത് നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. See you in the next class. Bye bye.